നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കറൻസി പെയേഴ്സിൻ്റെ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് സ്പ്രെഡ്. കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരുപാട് കറൻസി പെയേഴ്സുകൾ കാണാം. AUD USD, യൂറോ USD, GBP USD, NSD USD, ഇങ്ങനെ ഒരുപാട് കറൻസി പെയേഴ്സുകൾ നിങ്ങൾക്ക് കാണാം. ഈ പെയേഴ്സിൻ്റെ താഴെ കാണുന്ന സ്പ്രെഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ 3, 0, 3, 4 ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻ. ഇപ്പോൾ യൂറോ USDയുടെ താഴെ സ്പ്രെഡ് 0 സ്പ്രെഡാണ് കാണിക്കുന്നത്. AUD USDയുടെ അവിടെ സ്പ്രെഡ് വരുന്നത് 2, 3 അത് മാറി മാറി വരുന്നുണ്ട്. ഇത് ഓരോ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇപ്പോൾ സ്പ്രെഡിൻ്റെ അവിടെ 10 കാണിക്കുന്നുണ്ടെങ്കിൽ 10 പിപ്പറ്റ് എന്ന് പറയുമ്പോൾ 10 പോയിന്റ് ഒരു പിപ്പാണ്. ഈ ഒരു പിപ്പാണ് നമ്മൾ ബ്രോക്കറിന് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് ഗോൾഡ് നോക്കുവാണെങ്കിൽ അവിടെ സ്പ്രെഡ് 12, 16 അങ്ങനെ കൂടി വരുവാണ്. അത് ഒരു പിപ്പിന് മുകളിലാണ്. ഞാനിപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ അതിലിവിടെ റെഡ് ലൈന് ഗ്രീൻ ലൈന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഡിഫറൻറ്റ് കണ്ടില്ലേ? ഈ ഡിഫറൻ്റ് ആണ് സ്പ്രെഡ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്പ്രെഡാണ് നമ്മൾ ബ്രോക്കറിന് എത്രയാണോ വരുന്നത് അതാണ് നമ്മുടെ ബ്രോക്കറിന് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പ്രെഡ് കുറഞ്ഞ അക്കൗണ്ടുകൾ മാത്രം ചൂസ് ചെയ്യുക. ഇപ്പോൾ പല ബ്രോക്കറുകളിലും 0 സ്പ്രെഡ് അക്കൗണ്ടുകൾ ലഭ്യമാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.